ഓം ശാന്തി. 8/1/2014 ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ഈ ശരീരത്തെ മറന്ന് അനാസക്തവും കർമാതീതവുമായി മാറി വീട്ടിലേക്ക് തിരിച്ചു പോകണം. അതിനാൽ സുകർമ്മം ചെയ്യൂ, യാതൊരു വികർമ്മങ്ങളും ചെയ്യരുത്. ചോദ്യം: തന്റെ സ്ഥിതിയെ പരിശോധിക്കുന്നതിനു വേണ്ടി ഏത് 3 കാര്യങ്ങളുടെ മഹിമ സദാ ഓർമ്മിക്കണം? ഉത്തരം: ഒന്നാമത്തേത് നിരാകാരനായ ബാബയുടെ മഹിമ, രണ്ടാമത്തേത് ദേവതകളുടെ മഹിമ, മൂന്നാമത്തേത് തന്റെ മഹിമ. ഇനി പരിശോധിക്കൂ, നിരാകാരനായ ബാബയ്ക്ക് സമാനം പൂജ്യനായോ ഞാൻ? ബാബയുടെ സർവ്വഗുണങ്ങളും ധാരണ ചെയ്തു. പെരുമാറ്റം ദേവതകളെപ്പോലെ റോയലാണോ? ദേവതകളിലെ റോയലായിട്ടുള്ള ചലനങ്ങളാണ്, അതുപോലെയാണോ എന്റേതും? ദേവതകളുടെ ആഹാര പാനീയങ്ങൾ, അവരുടെ ഗുണങ്ങൾ അതുപോലെ തന്നെയാണോ എന്നിലുമുള്ളത്? ആത്മാവിന്റെ എല്ലാ ഗുണങ്ങളെയും മനസ്സിലാക്കി അതിന്റെ സ്വരൂപമായി ഞാൻ മാറിയോ? ഓം ശാന്തി. ആത്മാക്കളുടെ നിവാസസ്ഥാനം ടവർ ഓഫ് സൈലൻസ് അഥവാ ശാന്തിയുടെ ഉയർന്ന സ്ഥാനമാണ് എന്ന് കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പർവ്വതത്തിന്റെ ഉയർന്ന സ്ഥാനം ഹിമാലയം എന്നറിയപ്പെടുന്നു. അത് വളരെ ഉയർന്നതാണല്ലോ. എന്നാൽ നിങ്ങൾ അതിലും ഉയർന്ന സ്ഥാനത്തെ നിവാസികളാണ്. പർവ്വതങ്ങളിൽ കയറുന്നതിനു വേണ്ടി ആൾക്കാർ മത്സരിക്കുന്നു, അഭ്യസിക്കുന്നു. പർവ്വതത്തിൽ കയറുവാനും ചിലർ മിടുക്കരായവരുണ്ട്. എല്ലാവർക്കും കയറുവാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമില്ല. പതിതമായിരിക്കുന്ന ആത്മാവിന് പാവനമായി വീട്ടിലേക്ക് പോകണം. വീടിനെയാണ് ടവർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളത് ടവർ ഓഫ് സയൻസ് ആണ്. ലോകർക്ക് വലിയ വലിയ ബോംബുകളും ഉണ്ട്, അതിന്റെയും ടവറുണ്ട്. എത്ര ഭയാനകരമായ വസ്തുക്കളാണ് അവിടെ കൂട്ടിവച്ചിരിക്കുന്നത്. ബോംബുകളിൽ വിഷവും മറ്റും നിറയ്ക്കുന്നു. ബാബ പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് വീട്ടിലേക്കാണ് പറന്നുയരേണ്ടത്. സയൻസിന്റെ ബലത്താൽ അവർ വീട്ടിലിരിക്കെ ബോംബുകൾ എല്ലായിടത്തേക്കും എറിയുന്നു. അത് പോയി സർവ്വതിനെയും നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ടവർ ഓഫ് സൈലൻസിലേക്കാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് നിങ്ങൾ വന്നത്. ഇനി സദോപ്രധാനമാകുമ്പോൾ ശാന്തിയുടെ ആ പരമോന്നത സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണം. സദോപ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി ഇനി വീണ്ടും മക്കൾക്ക് സദോപ്രധാനമാകണം. സദോപ്രധാനമായി മാറുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നവർ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ കുട്ടികളിപ്പോൾ സുകർമ്മം ചെയ്യണം. ഇനി ഒരു വികർമ്മവും മക്കൾ ചെയ്യരുത്. കർമ്മങ്ങളുടെ ഗതിയും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. രാവണരാജ്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ദുർഗതിയാണ്. ഇപ്പോൾ ബാബ നിങ്ങളെക്കൊണ്ട് സുകർമ്മം ചെയ്യാൻ പഠിപ്പിക്കുന്നു. 5 വികാരങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. മോഹവും വികർമ്മമാണ്. ഏതൊരു വികാരവും ചെറുതല്ല. മോഹത്തിലൂടെ ദേഹാഭിമാനത്തിൽ കുടുങ്ങുന്നു. അതുകൊണ്ട് ബാബ കന്യകമാർക്ക് വളരെ നന്നായി മനസ്സിലാക്കി തരുന്നു. പവിത്രമായിരിക്കുന്നവരെയാണ് കന്യകയെന്ന് പറയുന്നത്. മാതാക്കൾക്കും പവിത്രമായി ജീവിക്കണം. നിങ്ങൾ സർവരും ബ്രഹ്മകുമാരന്മാരും ബ്രഹ്മകുമാരിമാരുമാണ്. വയസ്സായവരാണെങ്കിൽ പോലും ബ്രഹ്മാവിന്റെ മക്കളാണല്ലോ എല്ലാവരും. ബാബ മനസ്സിലാക്കി തരുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ കുമാരൻ കുമാരി എന്ന സ്ഥിതിയിൽ നിന്നും നിങ്ങൾക്ക് മുകളിലേക്ക് ഉയരണം. അതായത് ഈ ശരീരത്തിൽ നിന്ന് ആദ്യം വേറിടണം. പരിശ്രമിക്കണം. ഉയർന്ന പദവി നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റാരുടെയും ഓർമ്മ വരരുത്. നമ്മുടെ അടുക്കൽ എന്താണുള്ളത്? ഒഴിഞ്ഞ കൈയുമായിട്ടല്ലേ ഇവിടേക്ക് വന്നത്? ഒന്നും തന്നെയില്ല. ഈ ശരീരം പോലും നമ്മുടെ സ്വന്തമല്ല. അതിനാൽ ഈ ശരീരത്തെയും മറക്കണം. ഈ ദേഹത്തിൽ നിന്ന് പോലും അനാസക്തവും കർമാതീതവുമായി തീരണം. ട്രസ്റ്റിയാകൂ. ബാബ പറയുന്നു, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ, എന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ അനാവശ്യമായി ഒരു പൈസയും ചെലവാക്കരുത്.
മനുഷ്യർ വളരെയധികം ദാനങ്ങൾ ചെയ്യുന്നു. ഇന്നയാൾ വളരെ വലിയ ദാനിയാണെന്ന് പത്രങ്ങളിലും വരാറുണ്ട്. ഹോസ്പിറ്റലുകളും ധർമ്മശാലകളുമൊക്കെ ഉണ്ടാക്കി. വളരെയധികം ദാനം ചെയ്യുന്നവർക്ക് ഗവൺമെന്റിൽ നിന്ന് പാരിതോഷികവും ലഭിക്കുന്നു. ഹിസ് ഹോളിനെസ്, ഹെർ ഹോളിനെസ് എന്നൊക്കെയുള്ള ടൈറ്റിലുകളും കിട്ടുന്നു. പവിത്രതയാണ് യഥാർത്ഥത്തില് ഹോളിനെസ് എന്ന് പറയുന്നത്. ദേവതകൾ പവിത്രമായിരുന്നു. നിങ്ങൾ അവരെപ്പോലെ പാവനമാകണം. പിന്നീട് അരക്കൽപ്പം നിങ്ങളുടെ ജീവിതം പവിത്രമായിരിക്കും. ഇതെങ്ങനെ സാധിക്കുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. സത്യുഗത്തിലും കുട്ടികൾ ജനിക്കാറുണ്ട്. ഉടനെ പറയണം, അവിടെ രാവണനില്ല. വികാരത്തിലൂടെയല്ല കുട്ടികൾ ജനിക്കുന്നത്. രാവണൻ വന്നാൽ വികാരി ലോകം ഉണ്ടാകും. രാമനായ ശിവബാബ വന്ന് മക്കളെ പാവനമാക്കുകയാണ്. അവിടെ പതിതമായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. പവിത്രതയുടെ കാര്യമേ പറയണ്ട എന്നാണ് ചിലർ പറയുന്നത്. പവിത്രമായ ലോകം ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ലോകം അപവിത്രമാണ്. ഇത് കളിയാണല്ലോ. ഒരിക്കലിത് അപവിത്ര ലോകമായിരുന്നു, പിന്നീടിത് പവിത്രമായ ലോകമായി മാറുന്നു. പതിത ലോകവും പാവനമായ ലോകവും. ആദ്യം സുഖം, പിന്നീട് ദുഃഖം. ഇതാണ് കളി. രാജധാനി എങ്ങനെയാണ് നേടിയത്, പിന്നീട് എങ്ങനെ രാജ്യം നഷ്ടപ്പെടുത്തി, ഇതിന്റെ കളിയാണ് ഇവിടെ നടക്കുന്നത്. ജ്ഞാനം നല്ല രീതിയിൽ മനസ്സിലാക്കണം. നമ്മൾ മായയുടെ അടുത്ത് തോറ്റുപോയി, ഇനി നമുക്ക് തന്നെ വിജയം നേടണം. മഹാവീരന്മാരായി മാറണം. തന്റെ അവസ്ഥ ശക്തിശാലിയാക്കണം. വീടും കുടുംബവും സംരക്ഷിച്ചുകൊണ്ടും തീർച്ചയായും പവിത്രമായി ജീവിക്കണം. യാതൊരു അപവിത്രമായ കർമ്മവും കുട്ടികൾ ചെയ്യരുത്. ധാരാളം പേരിൽ മോഹമുണ്ട്. സ്വയം നോക്കണം. നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ബാബയല്ലാതെ ഞാൻ മറ്റാരെയും സ്നേഹിക്കില്ല. പിന്നെന്തുകൊണ്ട് മറ്റു ശരീരധാരികളിലേക്ക് സ്നേഹം പോകുന്നു? ഏതെന്നാണോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത് തന്നെയാണ് ഓർമ്മയിലും വരേണ്ടത്. അപ്പൊ ബാബയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ ഒരു ബാബയുടെ ഓർമ്മ മാത്രമേ വരുള്ളൂ. മറ്റ് ദേഹത്തിന്റെ ബന്ധങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി മറക്കും. സർവരെയും കണ്ടുകൊണ്ടും മനസ്സിലാക്കണം, നമ്മളിപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഈ കാണുന്ന ബന്ധുമിത്രാദികളെല്ലാം കലിയുഗി ബന്ധനങ്ങളാണ്. നമ്മൾ ദൈവിക സംബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മനുഷ്യന്റെയും ബുദ്ധിയിൽ ബാബ നൽകുന്ന ഈ ജ്ഞാനമില്ല. നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ നല്ല രീതിയിലിരിക്കൂ. അപ്പോൾ സന്തോഷം വളരെയധികം വർദ്ധിക്കും. എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം ബന്ധനങ്ങളെ കുറയ്ക്കൂ. ഭാരരഹിതരാകൂ. ബന്ധനങ്ങൾ കൂട്ടരുത്. രാജ്യപദവി നേടാൻ ഇവിടെ ചെലവൊന്നുമില്ലല്ലോ. യാതൊരു ചെലവുമില്ലാതെ ഭഗവാൻ വിശ്വരാജ്യം നേടിത്തരികയല്ലേ. സാധാരണ ആൾക്കാര് രാജ്യം നേടാൻ വേണ്ടിയിട്ട്, രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി എത്ര മിസൈലുകളും തോക്കും ബോംബും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിലോ ഒരു ചെലവുമില്ല. നിങ്ങൾ ബാബയ്ക്ക് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കൊടുക്കുകയല്ല, മറിച്ച് ബാബയിൽ നിന്ന് നിങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബാബയുടെ പാർട്ടും ഗുപ്തമാണ്. മ്യൂസിയങ്ങൾ തുറക്കൂ. ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി തുറക്കൂ. ഇങ്ങനെ ബാബ ശ്രീമതം നൽകുന്നു. അതായത് ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി, ബാബയുടെ ഈശ്വരീയ സേവാ കേന്ദ്രങ്ങൾ തുറന്ന് അതിലൂടെ ജ്ഞാനം നൽകൂ. നിങ്ങൾക്ക് ജ്ഞാനം പ്രാപ്തമാകുന്നു. യോഗത്തിലൂടെ നിങ്ങൾ സദാ നിരോഗിയായി തീരും. ആരോഗ്യം, സമ്പത്ത് എന്നിവയ്ക്കൊപ്പം 21 ജന്മത്തേക്ക് സന്തോഷവും തീർച്ചയായും ഉണ്ടാകും. സെക്കൻഡിൽ മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇവിടേക്ക് വരൂ. കവാടത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ജ്ഞാനം പറഞ്ഞുകൊടുക്കാൻ കഴിയും. ചിലർ വാതിൽക്കൽ ഭിക്ഷയാചിച്ച് വരാറുണ്ടല്ലോ. നിങ്ങളും ഈ ജ്ഞാനത്തിന്റെ ഭിക്ഷ നൽകണം. അതിലൂടെ ഏതൊരാൾക്കും ധനവാനാകാം. ആര് വന്നാലും ചോദിക്കൂ, എന്തിന് ഭിക്ഷാടനം നടത്തണം? ഞങ്ങൾ നൽകുന്ന ഈ ജ്ഞാനമാകുന്ന ഭിക്ഷയിലൂടെ നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളിൽ യാചനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പരിധിയില്ലാത്ത അച്ഛനെയും സൃഷ്ടിചക്രത്തെയും അറിയുന്നതിലൂടെ നിങ്ങൾക്കും ഇതേപോലെ ശ്രേഷ്ഠ ജീവിതം ജീവിക്കാം. ബാബ പറയണം, മക്കളെ, നിങ്ങൾ അണിയുന്ന ഈ ബാഡ്ജ് ഉണ്ടല്ലോ, ഈ ബാഡ്ജിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും.
സെക്കൻഡിൽ പരിധിയില്ലാത്ത സമ്പത്ത് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഈ ബാഡ്ജ് കാണിച്ചു കഴിയും. തീർച്ചയായും സേവനങ്ങൾ ചെയ്യണം. ബാബ സെക്കൻഡിൽ വിശ്വത്തിന്റെ അധികാരിയാക്കുകയാണ് മക്കളെ. പിന്നെല്ലാം അവരവർ ചെയ്യുന്ന പുരുഷാർത്ഥത്തിനനുസരിച്ചിരിക്കും. ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരോടും ബാബയ്ക്ക് പറയാനുള്ളത് എന്നെ മാത്രം ഓർമ്മിക്കൂ. ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കുട്ടികൾ ഈ ബാഡ്ജ് കാണിച്ച് മറ്റുള്ളവരുടെ സേവനം ചെയ്യണം. ബാഡ്ജ് ധരിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. നമുക്ക് 2 അച്ഛന്മാരുണ്ട്. 2 പേരിൽ നിന്നും സമ്പത്ത് കിട്ടുന്നു. ബ്രഹ്മാവിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നില്ല. അദ്ദേഹം ഒരിടനിലക്കാരൻ മാത്രമാണ്. ബ്രഹ്മബാബയിലൂടെയാണ് ശിവബാബ നിങ്ങളെ പഠിപ്പിക്കുന്നതും സമ്പത്ത് തരുന്നത്. ഓരോരുത്തർക്കും നോക്കി നോക്കി മനസ്സിലാക്കി കൊടുക്കണം. യാത്രകളിൽ ഒരുപാട് പേരുണ്ടാകാറുണ്ടല്ലോ. ഇതെല്ലാം ശരീരം കൊണ്ടുള്ള യാത്രയാണ്. നമ്മളിവിടെ പഠിക്കുന്ന ധ്യാനം ആത്മീയ യാത്രയാണ്. ഇതിലൂടെ വിശ്വത്തിന്റെ അധികാരിയാകാം. ശാരീരിക യാത്രയിലൂടെ അലഞ്ഞു തിരിയുന്നു. ഏണിപ്പടിയുടെ ചിത്രവും കയ്യിൽ വയ്ക്കൂ. ഇതുപയോഗിച്ചും സേവനം ചെയ്യാം. സേവനം ചെയ്തുകൊണ്ടേയിരിക്കൂ. എങ്കിൽ അവർക്ക് ഭക്ഷണത്തിന്റെ പോലും ആവശ്യമുണ്ടാകില്ല. അതേ മറന്നുപോകും. പറയാറുണ്ടല്ലോ, സന്തോഷം പോലൊരു മരുന്ന് മറ്റൊന്നുമില്ല. ധനമില്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വിശന്നുകൊണ്ടിരിക്കും. ധനവാന്മാരായ രാജാക്കന്മാരുടെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കും. ചില കുട്ടികളുടെ പെരുമാറ്റം വളരെ രാജകീയമാണ്, റോയലാണ്. സംസാരവും വളരെ നല്ലതായിരിക്കും. നമുക്കറിയാം നമ്മൾ അവിടെ സത്യുഗത്തിൽ എന്ത് പദവിയിലേക്ക് പോകും. അവിടെ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വളരെ റോയലായിരിക്കും. അസമയത്ത് കഴിക്കില്ല. വളരെ രാജകീയമായിട്ടിരുന്ന് ശാന്തമായിരുന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങൾ എല്ലാ ഗുണങ്ങളും പഠിക്കണം. നിരാകാരന്റെ മഹിമയെക്കുറിച്ചും ദേവതകളുടെ മഹിമയെക്കുറിച്ചും പിന്നെ സ്വന്തം മഹിമയെക്കുറിച്ചും നിങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ ഗുണമുള്ളവരായി മാറുന്നു. അത് കഴിഞ്ഞ് ദേവതകളെ പോലെയായി മാറുന്നു. അതിനാൽ കുട്ടികൾക്ക് ഈ ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഇപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. പാടാറുണ്ടല്ലോ ബാബയുടെ മഹിമ. ശാന്തിയുടെ സാഗരൻ, സ്നേഹത്തിന്റെ സാഗരം. ഏതുപോലെ ബാബയെ പൂജിക്കുന്നോ അതുപോലെ നിങ്ങളും പൂജിക്കപ്പെടുന്നു. ബാബ നിങ്ങൾ മക്കളെ നമസ്കരിക്കുന്നു. നിങ്ങൾക്ക് ഡബിൾ പൂജയാണ് കിട്ടുന്നത്. ഈ കാര്യങ്ങളെല്ലാം ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ മഹിമയും ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇതുപോലെ പുരുഷാർത്ഥം ചെയ്ത് നിങ്ങളും യോഗ്യരാകൂ. മനസ്സിനോട് ചോദിക്കണം, ഞാൻ ഇതുപോലെയായി തീർന്നു. എങ്ങനെയാണ് നമ്മൾ അശരീരിയായി വന്നത്, അതുപോലെ അശരീരിയായി തിരിച്ചു പോകണം. ശാസ്ത്രങ്ങളിലുമുണ്ട്, ഊന്നുവടിയെല്ലാം ഉപേക്ഷിക്കൂ. പക്ഷേ ഇവിടെ ഊന്നുവടിയുടെ കാര്യമൊന്നുമില്ല. ഇവിടെ ഈ പഴയ ശരീരം പോലും വിട്ടുപോകണം. ബാക്കിയെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. ഇവിടെ ബാബയെ ഓർമ്മിക്കുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ബാബയല്ലാതെ മറ്റാരുമില്ല. കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. മനുഷ്യർ എത്രമാത്രമാണ് ഭക്തിമാർഗത്തിൽ ഗുരുക്കന്മാര്, അല്ലെ എത്ര ഗുരുക്കന്മാര്, ഗോസായിമാര്, അനേക തരത്തിലുള്ള ഗുരുക്കന്മാരോടൊപ്പം ഭക്തി ചെയ്യുന്നു. കുട്ടികൾ മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ടെല്ലാം കഴിഞ്ഞു. ബാബ ഒരേയൊരു മന്ത്രം തന്നു കഴിഞ്ഞു, എന്നെ മാത്രം ഓർമ്മിക്കൂ. സമ്പത്തിനെ ഓർമ്മിക്കൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ട് മക്കൾ പവിത്രമായിരിക്കണം. ബാബയുടെ അടുത്ത് വരുന്നത് ജ്ഞാനം കേട്ട് റിഫ്രഷ് ആകാനാണ്. ഇവിടെ ഇരിക്കുമ്പോഴറിയാമല്ലോ ഞാൻ ഭഗവാന്റെ സന്മുഖത്തിരിക്കുകയാണ്. അവിടെ ആയിരിക്കുമ്പോൾ വിചാരിക്കും ബാബ മധുബനിലാണ് ഇരിക്കുന്നതെന്ന്. എങ്ങനെയാണോ നമ്മുടെ ആത്മാവ് ഭ്രൂമധ്യമാകുന്ന സിംഹാസനത്തിലിരിക്കുന്നത്, അതുപോലെ ശിവബാബയും ബ്രഹ്മബാബയുടെ ഭ്രൂമധ്യമാകുന്ന സിംഹാസനത്തിലിരിക്കുന്നു. ഏതെങ്കിലും ശാസ്ത്ര പുസ്തകങ്ങളോ ഗീതയോ ഒന്നും കയ്യിൽ വെച്ചിട്ടല്ല ബാബ നമുക്ക് മുരളി വായിച്ചു തരുന്നത്. സന്യാസിമാർ അങ്ങനെ ചെയ്യാറുണ്ട്. ശിവബാബ ജ്ഞാനസാഗരമാണ്. ബ്രഹ്മാവിലൂടെ എല്ലാ രഹസ്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ശിവബാബ ഏതെങ്കിലും സ്കൂളിലോ സത്സംഗത്തിലോ പോയിട്ടുണ്ടോ? ബാബ എല്ലാം അറിയുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, ബാബയ്ക്ക് സയൻസ് അറിയാമോ? അപ്പോൾ ബാബ പറയും, സയൻസ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് കുട്ടികളെ? നിങ്ങൾ എന്നെ വിളിച്ചത് പതിതരെ പാവനമാക്കൂ എന്ന് പറഞ്ഞല്ലേ.
പതിതരായി നിങ്ങളെ പാവനമാക്കാൻ എനിക്ക് ഈ സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാറുണ്ട്, ശിവബാബ ഇന്ന പുസ്തകം പഠിച്ചിട്ടുണ്ടോ? നോക്കൂ, ബാബയുടെ മഹിമ ജ്ഞാനത്തിന്റെ സാഗരൻ എന്നാണ്. ഈ പുസ്തകങ്ങളെല്ലാം ഭക്തിമാർഗ സാമഗ്രികളാണ്. വിഷ്ണുവിന്റെ കയ്യിൽ ശംഖ്, ചക്രം, ഗദാപത്മം തുടങ്ങിയവ നൽകിയിരിക്കുന്നു. പക്ഷെ ഇതിന്റെ ഒന്നും അർത്ഥം ആർക്കും അറിയില്ലല്ലോ. വാസ്തവത്തിൽ ഈ അലങ്കാരം ബ്രഹ്മാവിനും ബ്രാഹ്മണർക്കുമാണ് നൽകേണ്ടത്. സൂക്ഷ്മവദനത്തിൽ ഈ ശരീരം തന്നെയില്ല. വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ബ്രഹ്മബാബയുടെ സാക്ഷാത്കാരം കിട്ടിയിരുന്നു. കൃഷ്ണന്റെ സാക്ഷാത്കാരവും ലഭിച്ചിരുന്നു. ഇതിന്റെ അർത്ഥം ബ്രഹ്മാവിന്റെ അടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണനെ പോലെയാകാം, അല്ലെങ്കിൽ കൃഷ്ണന്റെ മടിയിലേക്ക് വരാം. വെറും രാജകുമാരന്റെ സാക്ഷാത്കാരമാണ് ലഭിച്ചത്. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൃഷ്ണനെ പോലെ ആയിട്ട് മാറാം. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്ന പഠിപ്പിന്റെ ലക്ഷ്യം. ഉദാഹരണമായി ഒരു കൃഷ്ണനെ കാണിക്കുന്നു എന്ന് മാത്രം പറയാറുണ്ടല്ലോ, മോഡൽ എന്ന്. അതുപോലെ ബാബ വന്നിരിക്കുകയാണ് സത്യനാരായണന്റെ കഥ കേൾപ്പിക്കാൻ. എങ്ങനെ നരൻ നാരായണനെ പോലെയായി മാറും. ആദ്യം തീർച്ചയായും രാജകുമാരനാകും. ശ്രീകൃഷ്ണൻ വെണ്ണ കഴിച്ചതായി ശാസ്ത്രങ്ങളിൽ പറയാറുണ്ട്. വാസ്തവത്തിൽ ഇത് വിശ്വ ചക്രവർത്തി പദവിയുടെ വെണ്ണയാണ്. അല്ലാതെ വായില് ചന്ദ്രനെ കണ്ടു എന്നെല്ലാം പറയാറുണ്ടല്ലോ. ഇങ്ങനെയും പറയാറുണ്ട്, 2 പൂച്ചകൾ തമ്മിൽ വഴക്കടിച്ചു, ഇടയിൽ വെണ്ണ കുരങ്ങൻ കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ യജമാനനാകുന്ന ആൾക്കാണ് വിശ്വരാജ്യ പദവി എന്ന വെണ്ണ ലഭിക്കുന്നത്. അപ്പോൾ സ്വയം നോക്കൂ, ഞാനങ്ങനെ ആയോ ഇല്ലയോ? ഈ പഠിപ്പ് രാജ്യപദവി നേടാനുള്ളതാണ്. പ്രജകളാകാനുള്ള പാഠശാല എന്നതിനെ പറയില്ല. ഇത് നരനിൽ നിന്ന് നാരായണനാകാനുള്ള പാഠശാലയാണ്. ഗോഡ്ലി യൂണിവേഴ്സിറ്റിയാണ്. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ബാബ പറയുകയാണ്, ഇത് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് ബോർഡിൽ എഴുതണം. ബ്രാക്കറ്റിൽ യൂണിവേഴ്സിറ്റി എന്ന് എഴുതൂ. പക്ഷെ അങ്ങനെ എഴുതാൻ കുട്ടികൾ മറക്കുന്നു. നിങ്ങൾ എത്രത്തോളം പുസ്തകങ്ങൾ കൊടുത്താലും ചിലരൊന്നും മനസ്സിലാക്കുന്നില്ല. സന്മുഖത്തിരുന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ജന്മജന്മാന്തരം നിങ്ങൾ പരിധിക്കുള്ളിലെ സമ്പത്താണ് നേടിയത്. നിങ്ങൾക്ക് ബാഡ്ജിലൂടെ സേവനം ചെയ്യാൻ കഴിയും. ഇനി ആരെങ്കിലും പരിഹസിച്ചാലും ശരി, നിങ്ങൾ 2 അച്ഛന്റെയും കാര്യങ്ങൾ നല്ലതുപോലെ പറഞ്ഞു കൊടുക്കണം. ഒരുപാട് പേർ തന്റെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. കുട്ടികളും അച്ഛന് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ചില ഭാര്യമാർ അവരവരുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാറുണ്ട് ജ്ഞാനം കേൾക്കാൻ. ചില സ്ഥലങ്ങളിൽ വഴക്കും ഇടാറുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കറിയാമല്ലോ, നിങ്ങൾ ആത്മാക്കളെല്ലാം കുട്ടികളാണ്, സമ്പത്തിന് അധികാരികളാണ്. ലൗകിക സംബന്ധത്തിൽ പെൺകുട്ടി വിവാഹം കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അതിനെ കന്യാദാനം എന്ന് പറയുന്നു. മറ്റൊരാൾക്ക് നൽകുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അവിടെ സ്വർഗത്തിലും കന്യക മറ്റൊരു വീട്ടിലേക്ക് പോകും. പക്ഷെ അവിടെ കന്യകയുടെ ജീവിതം അന്യ വീട്ടിൽ പോയാലും, അതായത് വിവാഹിതയായാലും കന്യക പവിത്രമായി ജീവിക്കും. പക്ഷെ ഇത് പതിത ലോകമാണ്. എന്നാൽ സത്യുഗം ശിവാലയമാണ്, പാവനമായ ലോകം. നിങ്ങൾ കുട്ടികളിൽ ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. നിങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പോവുക തന്നെ ചെയ്യും, ഇതുറപ്പാണ്. പിന്നെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി നേടണം. നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ ഇന്നയാളിനെ പോലെ നന്നായി സേവനം ചെയ്യുന്നുണ്ടോ? അല്ലാതെ ഇങ്ങനെ ബാബയോട് പറയരുത്, ബാബ ഞങ്ങളെ പഠിപ്പിക്കാൻ ഒരു സിസ്റ്ററിനെ വിടൂ. നിങ്ങൾ ഓരോരുത്തരും സ്വയം ടീച്ചർമാരായി മാറൂ. കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യണം. അല്ലാതെ ബാബ ആരുടെയെങ്കിലുമൊക്കെ പൈസ വാങ്ങിവെച്ച് ഇവിടെ എന്ത് ചെയ്യാന്? നിങ്ങൾ പോയി മ്യൂസിയം ഒക്കെ തയ്യാറാക്കൂ. കെട്ടിടങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലാതാകും. ബാബ വ്യാപാരിയായിരുന്നല്ലോ, പണമിടപാടുകാരനുമായിരുന്നു. ദുഃഖത്തിന്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിച്ച് സുഖം നൽകാൻ ബാബ വന്നിരിക്കുകയാണ്. ബാബ പറയുകയാണ്, മക്കളെ, വളരെയധികം സമയം കടന്നുപോയി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന സമയം അല്പം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ എല്ലാ കുഴപ്പങ്ങളും ഈ കൺമുന്നിൽ കാണാം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം.
ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ട്രസ്റ്റിയും അനാസക്തരുമായിരിക്കണം. ഒരു തരത്തിലുള്ള പാഴ്ചെലവുകളും ചെയ്യരുത്. സ്വയം ദേവതകളെ പോലെ പവിത്രമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഒരേയൊരു സ്നേഹനിധിയായ ബാബയെ ഓർമ്മിക്കൂ. എത്രത്തോളം സാധിക്കുമോ കലിയുഗത്തിലെ ബന്ധനങ്ങളെ നേരിയതാക്കി മാറ്റൂ. ബന്ധനം കൂട്ടരുത്. സത്യുഗി ദൈവിക സംബന്ധത്തിലേക്ക് പോകുകയാണ്. ഈ സന്തോഷത്തിൽ ജീവിക്കൂ. വരദാനം: ബാബ എന്ന ശബ്ദത്തിന്റെ താക്കോലിലൂടെ സർവ്വ ഖജനാവുകളും പ്രാപ്തമാക്കുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കൂ. ജ്ഞാനത്തിന്റെ വിസ്താരത്തിനെ അറിയാനോ കേൾപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ബാബ എന്ന ഒരു ശബ്ദം മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും പിന്നെ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്താൽ താങ്കൾ വിശേഷാത്മാവായി മാറും. ലോകത്തിനു മുന്നിൽ മഹാനാകും. ആത്മാവിന്റെ സ്വരൂപത്തിൽ മഹിമയ്ക്ക് യോഗ്യരായി. എന്തെന്നാൽ ബാബ എന്ന ഒരു ശബ്ദം സർവ്വ ഖജനാവുകളുടെയും ഭാഗ്യത്തിന്റെ താക്കോലാണ്. താക്കോലിടാനുള്ള വിധിയാണ് മനസ്സുകൊണ്ട് ബാബയെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത്. മനസ്സുകൊണ്ട് ബാബ എന്ന് പറഞ്ഞാൽ എല്ലാ ഖജനാവുകളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. സ്ലോഗൻ: ബാബ് ദാദയുടെ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിൽ പഴയ ലോകത്തിനെ ബലിയർപ്പണം ചെയ്യും. ഓം ശാന്തി.